ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് ഗർഭാശയ മുഴകളെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ്. എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. യൂട്രൈൻ ഫൈബ്രോയിഡ്, ഗർഭാശയമുഴ ഇന്ന് വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു അസുഖമാണ്. പലപ്പോഴും വേറൊരു അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴോ പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെയോ ഒക്കെയാണ് ഗർഭാശയമുഴ കണ്ടുപിടിക്കാറ്. എപ്പോഴും ഒരു ക്യാൻസറസ് ചേഞ്ചസ് ആണോ എന്നൊക്കെ എല്ലാവരും പേടിക്കുന്ന ഒന്നുകൂടിയാണ് ഗർഭാശയമുഴ. പക്ഷേ ആദ്യമേ പറയട്ടെ, ഒരു 99.9% ക്യാൻസർ ആവാൻ സാധ്യതയില്ലാത്ത മുഴകളാണ് ഗർഭാശയമുഴ അഥവാ യൂട്രൈൻ ഫൈബ്രോയിഡ്. ഒരു 70-80% സ്ത്രീകൾക്കും ചെറുതും വലുതുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ലക്ഷണങ്ങൾ കാണിക്കുന്നതും കാണിക്കാത്തതുമായുള്ള യൂട്രൈൻ ഫൈബ്രോയിഡ് സാധാരണമാണ്. എല്ലാ ഗർഭാശയമുഴയും കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒരേ തരത്തിലായിരിക്കില്ല. അത് ഏത് പ്രായത്തിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് വരുന്നു, അതിൻ്റെ ഏത് സൈസിൽ വരുന്നു, എത്ര എണ്ണമുണ്ട്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഗർഭാശയത്തിന് ഉൾഭാഗത്തേക്കാണോ പുറം ഭാഗത്തേക്കാണോ സ്ഥിതി ചെയ്യുന്നത്, ഇതെല്ലാം അനുസരിച്ച് ഗർഭാശയമുഴയ്ക്ക് വരുന്ന ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. സാധാരണയായിട്ട് ഒരു സ്ത്രീ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ മാറ്റം മെൻസസിന് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ആർത്തവ രക്തം അമിതമായ അളവിൽ പോവുക, അടിവയറിൽ ഒരു തുടർച്ചയായിട്ടുള്ളൊരു ഡൾ പെയിൻ, ഭയങ്കര സിവിയർ പെയിൻ അല്ല, സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ വേദന, ഒരു ഭാരക്കൂടുതൽ അടിവയറിൽ തോന്നുക, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക. ചില കേസുകളിൽ ഒരു 30 വയസ്സിന് താഴെ അല്ലെങ്കിൽ ശേഷമൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറയുക എന്ന് തുടങ്ങി പലതരം ലക്ഷണങ്ങൾ ഇതിനനുസരിച്ച് മാറി മാറി സ്ത്രീകൾക്ക് കാണാറുണ്ട്. ചില യൂട്രൈൻ ഫൈബ്രോയിഡിന് ഒരു ലക്ഷണങ്ങളും ഇല്ലാതെയും കണ്ടുപിടിക്കാറുണ്ട്. സ്കാനിങ് ചെയ്യുമ്പോൾ മാത്രം കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ഗർഭാശയമുഴകളുമുണ്ട്. വലിയ രീതിയിലേക്കുള്ള ലക്ഷണങ്ങളിലേക്ക് പോയില്ല എങ്കിൽ മെഡിസിൻ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് ഗർഭാശയമുഴ. പക്ഷേ അത് 7-8 സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് അത് വളരുക, കൂടുതൽ എണ്ണം ഗർഭാശയമുഴകൾ ഉണ്ടായിരിക്കുക, അമിതമായ രക്തസ്രാവം, മരുന്നുകളാൽ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള രക്തസ്രാവം വരിക, ശരീരത്തിൻ്റെ ആരോഗ്യം തീരെ കുറഞ്ഞു വരിക എന്നുള്ള കേസുകളിൽ എമർജൻസി ആയിട്ട് സർജറി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഗർഭാശയമുഴയുടെ 70% ലക്ഷണങ്ങളും നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വഴിയും മാറ്റാൻ സാധിക്കും. ഇതും ഏത് പ്രായത്തിൽ വരുന്നു, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് അത്തരത്തിലൊരു സ്ത്രീക്ക് വരുന്നത് എന്നൊക്കെ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ തുടക്ക സമയത്തോ അതിനെ വലിയ ലക്ഷണങ്ങൾ ബുദ്ധിമുട്ടിക്കാത്തപ്പോഴോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിൻറ്റെയിനിങ് എ ഹെൽത്തി വെയ്റ്റ് എന്നുള്ളതാണ്. അതായത് അമിതവണ്ണം ആണ് ഫൈബ്രോയിഡ് വളരാനും ഫൈബ്രോയിഡിൻ്റെ സാധ്യതകളെ കൂട്ടുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാരീരിക മാറ്റം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക, അത് ഹെൽത്തിയായ മാർഗ്ഗങ്ങളിലൂടെ കൃത്യമായ ഫുഡ് കഴിച്ചും കൃത്യമായ എക്സസൈസ് ചെയ്തും ഓരോരുത്തരുടെയും ശരീര ആരോഗ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളിലൂടെ 3-4 മാസം കൊണ്ട് തന്നെ ഒരു 5-6 കിലോ വെയിറ്റ് കുറച്ചെടുക്കുന്നത് ഫൈബ്രോയിഡിൻ്റെ സൈസ് ചുരുങ്ങാനും ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാനും വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് ഉറക്കക്കുറവുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീ ഹോർമോൺസിന് ഒരുപാട് മാറ്റം വരികയും അത് ഫൈബ്രോയിഡിൻ്റെ ലക്ഷണങ്ങളെ കൂട്ടാൻ സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഒരു 7 മണിക്കൂറെങ്കിലും കൃത്യമായ ഉറക്കം ഫൈബ്രോയിഡിൻ്റെ ലക്ഷണങ്ങളെ കുറയ്ക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. അതുപോലെ ഒരു റെഗുലർ എക്സസൈസ്, അമിതമായ രക്തസ്രാവം ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഒരു അരമണിക്കൂർ കൃത്യമായിട്ടുള്ള ഒരു മോഡറേറ്റ് എക്സസൈസ് ശീലിക്കുന്നതും നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതിനും ഫൈബ്രോയിഡ് ലക്ഷണങ്ങളെ കുറയ്ക്കുന്നതിനും ഫൈബ്രോയിഡിൻ്റെ സൈസ് ചുരുങ്ങുന്നതിനും സഹായിച്ചേക്കാം. ഫൈബ്രോയിഡിൻ്റെ വലിപ്പം അതിവേഗത്തിൽ വളരുന്നതിന് സ്ട്രെസ്സും ഒരു പ്രധാന കാരണം തന്നെയാണ്. പലതരത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ യോഗ, മെഡിറ്റേഷൻ ഇവയെല്ലാം സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ
മനസ്സിൻ്റെയും ഒരു ബാലൻസ് നിലനിർത്തുന്നതിനും അമിതമായ ആങ്സൈറ്റി, ഉത്കണ്ഠ എല്ലാം കുറച്ച് ഒരു ശാന്തമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതുവഴിയും നമുക്ക് ഫൈബ്രോയിഡിൻ്റെ ഏകദേശ പ്രൈമറി സിംറ്റംസിനെ എല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കും. ഭക്ഷണക്കാര്യത്തിലും ഏറെ ശ്രദ്ധിക്കാനുണ്ട്. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ ഫൈബർ ഇൻടേക്ക്, അതായത് നാരുള്ള ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളത്, അത് കൃത്യമായി എല്ലാ ദിവസവും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് ഇത് ശ്രദ്ധിച്ച് ഭക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ടത് തന്നെയാണ്. അതായത് കൂടുതലായിട്ടുള്ള പച്ചക്കറികൾ ഒരുപാട് വേവിക്കാതെ തീർച്ചയായും ഉച്ചയ്ക്കോ രാത്രിയോ കൃത്യമായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. ഹോൾ ഗ്രെയിൻ, മുഴുധാന്യത്തോടെയുള്ള ഭക്ഷണങ്ങൾ, അതായത് കുത്തരി ചോറ്, ഗോതമ്പിൻ്റെ ആണെങ്കിലും ഉപ്പുമാവ്, കഞ്ഞി പോലത്തെ ഹോൾ ഗ്രെയിൻ ഉപയോഗിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ളതും അതിൻ്റെ തവിടിൻ്റെ അംശം ഇത്തരത്തിലുള്ള ഒരുപാട് ഡെഫിഷ്യൻസികളെ കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈസ്ട്രോജൻ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഫൈബ്രോയിഡ് ഗ്രോത്തിനെ സ്വാധീനിക്കാനും സാധിക്കും. അതുപോലെ പ്രോസസ്ഡ് ഫുഡ്, ഹൈ ഫാറ്റ് ചേരുന്ന, അമിതമായ കൊഴുപ്പ് ചേരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. മധുരം തീരെ തന്നെ കുറയ്ക്കുന്നത് ഫൈബ്രോയിഡിൻ്റെ വളർച്ച തടയാൻ സഹായിക്കും. അതുപോലെ റെഡ് മീറ്റ്, ഇറച്ചി വിഭാഗത്തിൽ തന്നെ ചുവന്ന ഇറച്ചി പരമാവധി കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഫൈബ്രോയിഡിൻ്റെ ലക്ഷണത്തിനോടൊപ്പം അമിത ബ്ലീഡിങ് ഒരു ലക്ഷണമായി കാണുന്നവർ ഇത്തരത്തിലുള്ള നോൺ വെജിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. മീനിൻ്റെ ഉപയോഗവും കുറയ്ക്കുക. എരിവ്, പുളി പോലെയുള്ള കൂടുതലായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്താൽ നമുക്ക് ബ്ലീഡിങ്ങിൻ്റെ സാധ്യതയെ കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും, നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ പല തരത്തിലുള്ള പല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും പല നിറത്തിലുള്ള വെജിറ്റബിൾസ് കഴിക്കുമ്പോഴും ഇതെല്ലാം ശരീരത്തിലെ നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായമാവുകയും ഗർഭാശയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ ഏറ്റവും നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി സോഴ്സാണ് omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ. അത് ഫിഷ് ഓയിൽ നമുക്ക് കഴിക്കാം. അതുപോലെ പലതരത്തിലുള്ള നട്ട്സ്, പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇതെല്ലാം ഭക്ഷണത്തിൽ കുറഞ്ഞ അളവിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തുന്നതും ആ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൊടുക്കുകയും ഫൈബ്രോയിഡിൻ്റെ അമിതമായിട്ടുള്ള വളർച്ച നമുക്ക് തടയാൻ സാധിക്കുകയും ചെയ്യും. പല പഠനങ്ങളും തെളിയിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഫൈബ്രോയിഡ് വളർച്ചയെ ദോഷകരമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കൃത്യമായി ചെക്ക് ചെയ്യുക. തീരെ കുറഞ്ഞ അളവിലുള്ളവർ അതിൻ്റെ സപ്ലിമെൻ്റ് എടുത്ത് ലെവൽ കൃത്യമാക്കുക. കൃത്യമായ സൂര്യപ്രകാശം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂർ, 20 മിനിറ്റ്, അരമണിക്കൂറെങ്കിലും കൃത്യമായ സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ പാലുൽപ്പന്നങ്ങൾ, അത് മോരിൻ്റെ പല വിഭാഗങ്ങൾ, പാല്, ഡയറി പ്രോഡക്ട്സ് ഒക്കെ ധാരാളം ഉപയോഗിക്കുന്നതും ഇത്തരം വൈറ്റമിൻ ഡി കുറഞ്ഞവർക്ക് സഹായകമാവും. കാപ്പി, ചായയുടെ അമിത ഉപയോഗം ഏത് തരത്തിലുള്ള ഫൈബ്രോയിഡ് ലക്ഷണങ്ങളുള്ളവരും ഉപേക്ഷിക്കേണ്ടതാണ്. ഇത് പലതരത്തിലുള്ള ഹോർമോൺ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഫൈബ്രോയിഡിൻ്റെ ലക്ഷണങ്ങളെ കൂട്ടുകയും ചെയ്യും. അങ്ങനെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത്. അതായത് ഫുൾ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിവസം മുഴുവനും ആവശ്യത്തിനുള്ള വെള്ളം 1.5 മുതൽ 2 ലിറ്റർ വെള്ളം വരെ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുടിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഫൈബ്രോയിഡിൻ്റെ പല തരത്തിലുള്ള ലക്ഷണങ്ങളെ ഇതുവഴി മാനേജ് ചെയ്യാൻ സാധിക്കും. അമിതമായിട്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ, വയറ് വല്ലാതെ പൈൽസിൻ്റെ പ്രശ്നം പോലെ തോന്നുക, അതുപോലെ പലതരത്തിലുള്ള യൂറിനറി ബുദ്ധിമുട്ടുകൾ, മൂത്രം തീരെ പോകാതെ വരിക, യൂറിനറി ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുക, അമിതമായ ചൂട്, ഹോർമോൺ മാറ്റം കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അമിതമായ ചൂട് കുറയ്ക്കാനും ഇത്തരത്തിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ള കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം ഫൈബ്രോയിഡ് ലക്ഷണത്തെ കുറയ്ക്കാൻ മാത്രമല്ല, ഒരു സ്ത്രീയുടെ ഒരു ഓവറോൾ ഹെൽത്തിനും ശാരീരികമായും മാനസികമായിട്ടുള്ള ഒരു ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ വർദ്ധിപ്പിക്കാനും സഹായമാവും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ തീർച്ചയായും സഹായിക്കും. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഗർഭാശയ മുഴകളെ പറ്റിയായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ, ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.